താങ്ക് യു ലോർഡ് ജീസസ്. എന്റെ സൗണ്ട് ക്ലിയർ ആണ്? പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പിന്നെയും ദൈവപാദപീഠത്തിങ്കൽ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എബനേസർ മലയാളം ഫെലോഷിപ്പിന്റെ മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇതിന്റെ അകത്തേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. സ്വർഗം അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകാൽ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ശ്രേഷ്ഠദാസി ഫെബ ആന്റിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലീഡ് ചെയ്യുന്ന സിമി സിസ്റ്റർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ലീഡ് ചെയ്യുവാൻ കർത്താവ് അനുവദിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വർഷിപ്പ് ലീഡ് ചെയ്ത അതേപോലെ ജിത്തി ജോൺ സിസ്റ്ററിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഹല്ലേലൂയ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തില് എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഞാൻ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയ ആന്റിമാരെ ഇതിന്റെ അകത്ത് ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവർക്കും സ്നേഹവന്ദനങ്ങൾ. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നല്ല സമയത്തിനായിട്ട് അല്പസമയം നമുക്ക് ദൈവപാദപീഠത്തിങ്കൽ ഹല്ലേലൂയ വചനവുമായിട്ട് നിൽക്കുമ്പോൾ ഇനിയുള്ള 1 മണിക്കൂറുകൾ നമുക്ക് ദൈവപാദപീഠത്തിങ്കൽ ഹല്ലേലൂയ നമുക്ക് താഴ്മയോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ഇന്ന് എന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ഹല്ലേലൂയ നാം ആയിരിക്കുവാൻ നമുക്കായിരിക്കുവാൻ ദൈവത്തിന്റെ ദാസി സിമി സിസ്റ്റർ ഇതിന്റെ ആരംഭത്തിൽ തന്നെ നല്ലൊരു മെസ്സേജ് നമുക്ക് തരികയുണ്ടായി. ഹല്ലേലൂയ. ഭയപ്പെടരുത്, അധൈര്യപ്പെട്ടു പോകരുത്. കർത്താവ് പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുക, അതുപോലെ അനുസരിക്കുക. ഹല്ലേലൂയ. നാം ഭയപ്പെട്ടു പോകരുത്. ജീവിതത്തിന്റെ ഏത് സാഹചര്യമായാലും നാം ഭയപ്പെട്ടു പോകരുത്, നാം അധൈര്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. തിരുമുഖത്തേക്ക് നാം നോക്കിയവരാണെങ്കിൽ നാം ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കത്തില്ല. പ്രിയ കർത്തൃദാസി നല്ലൊരു മെസ്സേജ് നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസത്തോടു കൂടി തുടർന്നുള്ള നിമിഷങ്ങളിൽ ഹല്ലേലൂയ ആ ദൈവ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്കായിരിക്കാം. അല്പസമയം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധാനത്തിങ്കൽ ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തില് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് ഹല്ലേലൂയ ഓരോ കുടുംബത്തിന്റെ അകത്തും പ്രവർത്തിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ഇതിലായിരിക്കുന്ന എല്ലാ പ്രിയ കുടുംബങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓരോ കുടുംബത്തിന്റെ അകത്തും ഇന്ന് ഈ പ്രഭാത നിമിഷം ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാനിടയാക്കുമറകണമേ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിറയട്ടെ കർത്താവേ. വചനത്തിന്റെ വാതായനങ്ങൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം തുറക്കുമ്പോൾ അത് സൗഖ്യമായി, വിടുതലായി ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ കുടുംബത്തിന്റെ അകത്തും അത് പ്രവർത്തിക്കുവാൻ ഇടയാക്കുമറങ്ങണമേ. അതിന് എതിരെ നിൽക്കുന്ന സകല അന്ധകാര മണ്ഡലങ്ങളെ, പൈശാചിക പോരുകളെ, ദേശാധിപതിയുടെ ശക്തികളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഹല്ലേലൂയ ഉയർന്നു നിൽക്കുന്ന സകല പോരുകൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു വിടുതലിന്റെ പകൽക്കാലമാക്കി എന്റെ സ്വർഗം മാറ്റാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തില് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ഹല്ലേലൂയ ദൈവ നിയോഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടി ദൈവത്തിന്റെ പ്രവൃത്തി നടപ്പിലാക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാ. ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ അത് പറയുന്നു. ദൈവ നിയോഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവരെ ഒക്കെ ഒരുമിച്ച് കൂട്ടി ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെതായ ഒരു പ്ലാനാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിൽ ഹല്ലേലൂയ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് ഹല്ലേലൂയ ആ കുടുംബങ്ങളുടെ അകത്ത് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നാം അതിനു വേണ്ടി കാത്തിരിക്കുന്നു എങ്കിൽ
ഹല്ലേലൂയ. വചനം, ഹല്ലേലൂയ, വചനം അവിടുന്ന് എത്ര ബഹുദൂരമാണെന്ന് പറഞ്ഞാല് ഞാൻ ഈ ഹരിയാനയുടെ കോണിലിരുന്ന് ഹല്ലേലൂയ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, വിദൂരത്തിലും വിവിധ ടൈം സോണിലും വിവിധ ദേശങ്ങളില് ഹല്ലേലൂയ ഇവിടെ നിന്നും ഹല്ലേലൂയ പറയുന്ന അതേ വചനങ്ങൾ അത് സൗഖ്യമായി, അത് വിടുതലായി വ്യാപരിക്കും. ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷ കാലഘട്ടങ്ങളില് യേശു കർത്താവ് പോയ സ്ഥലങ്ങളിലെല്ലാം ഹല്ലേലൂയ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ കരവും കൂടെ ഉണ്ടായിരുന്നു, സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ വചനം പറയുമ്പോൾ സൗഖ്യവും അതിന്റെ കൂടെ നടന്നിരുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രോഗികളെ കണ്ടു മനസ്സലിഞ്ഞെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഹല്ലേലൂയ കാൽനടയായിട്ട് കടന്നു വന്ന ആ രോഗികളെ കണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് സൗഖ്യം കൊടുത്തെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലവും നമ്മുടെ ഇടയിൽ അതേ ദൈവത്തിന്റെ ശക്തി ചലിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കണമേ. ഹല്ലേലൂയ. ക്ലൈമറ്റ് മാറി മാറി വരുന്നത് കൊണ്ട് ചില ഹല്ലേലൂയ തൊണ്ടയ്ക്ക് ചില അസ്വസ്ഥതകളുണ്ട്. ചൂടും തണുപ്പും, ചൂട് മാറി തണുപ്പ് മാറിയിട്ട് ഇപ്പോൾ ചൂടിന്റെ കാലാവസ്ഥയിലേക്ക് നോർത്ത് ഇന്ത്യയില് ആയി വരികയാണ്. ഹല്ലേലൂയ. എന്റെ പ്രയാസങ്ങളൊന്നുമില്ലാതിരിക്കുവാൻ എല്ലാവരും പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കണമേ. ഹല്ലേലൂയ. ചില വിടുതലുകൾ നടക്കുമ്പോൾ, ചില വിടുതലുകൾ നടക്കുമെന്ന് പിശാച് അറിയുമ്പോൾ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ നോക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന കുടുംബങ്ങളുടെ അകത്തേക്ക് ദൈവത്തിന്റെ വിടുതലിന്റെ സമയങ്ങളാ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇതിന്റെ ആരംഭത്തിൽ തന്നെ ഹല്ലേലൂയ അന്യഭാഷയിൽ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, അല്പസമയം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് അന്യഭാഷയിൽ ആരാധിച്ച് ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഹല്ലേലൂയ ഒന്ന് ഹല്ലേലൂയ എല്ലാ കുടുംബത്തിന്റെ അകത്തും അതൊന്ന് വ്യാപരിക്കുവാൻ, അത് സൗഖ്യമായി വിടുതലായി ഹല്ലേലൂയ അത് സംഭവിക്കുവാൻ എല്ലാവരും അന്യഭാഷയിൽ ഒന്ന് ആരാധിച്ച് ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അത് വ്യാപരിക്കട്ടെ ഓരോ കുടുംബത്തിന്റെ അകത്ത്. കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കട്ടെ. കർത്താവേ ഹല്ലേലൂയ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന ആ ഒരു അഭിഷേകം, ആ പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ കുടുംബങ്ങളിൽ അത് പ്രവഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ചില സൗഖ്യങ്ങൾ ഇതിന്റെ ആരംഭത്തിൽ തന്നെ ചില കുടുംബത്തിന്റെ അകത്ത് നടക്കുവാൻ ആ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവിന്റെ രക്തം ജയമെടുക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ സൗഖ്യത്തിന്റെ ശക്തി ഹല്ലേലൂയ എനിക്ക് നല്ലവണ്ണം മനസ്സിലാകുന്നുണ്ട്. ചില കുടുംബങ്ങളുടെ അകത്തേക്ക് ആ സൗഖ്യത്തിൻ്റെതായ ശക്തി കടന്നു ചെല്ലുകയാ, ആ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം കടന്നു ചെല്ലുകയാ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം, വചനത്താൽ ജയമെടുക്കുന്നു. ഓരോ കുടുംബത്തിന്റെ അകത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടുന്ന് ഹല്ലേലൂയ ചലിക്കുമ്പോൾ അത് സൗഖ്യമായി വിടുതലായി ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന്റെ ദിനമാക്കി കർത്താവ് അത് മാറ്റിയെടുക്കാം. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന്റെ ദിനമായി ഇന്ന് പകൽക്കാലം അത് വഴിമാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന്റെ ദിനമായി ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ കേട്ടിട്ടും അത് നിവർത്തീകരിക്കാതെ വേണം അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന, മൂടി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. ശകല റുമാന മധുരകരകര ദുരികടക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37-ഉം 38-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ഉം 38-ഉം.
ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. Praise the Lord. Hallelujah. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിന് മറിയ, മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ചില വിഷയങ്ങളുടെ നടുവിൽ നാം പ്രയാസത്തോടെ നീറുന്നത് പോലെ ആയിരിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുക, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നാം നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ, നാം ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ, കർത്താവിന് ഒന്നും അസാധ്യമായിട്ട് ഒന്നുമില്ല. നാം ഒന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഹല്ലേലൂയ. മറിയ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് അല്പസമയം ദൈവസന്നിധിയിൽ ഒന്ന് കൊടുത്തേ. കർത്താവേ, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അപ്പാ പിതാവേ, നിന്റെ തിരുഹിതമല്ലാതെ ഒന്നും വേണ്ടായേ എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ ദാസിയ, എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറ്റണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ പോകുന്നത്, രണ്ട് സഹോദരിമാർ പിതാവാം ദൈവത്തിന്റെ ദൗത്യവുമായിട്ട് ഈ ലോകത്തിലേക്ക് ഹല്ലേലൂയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി രണ്ട് സഹോദരിമാരെ കർത്താവ് അവിടെ തിരഞ്ഞെടുക്കുക. ഒന്ന് മറിയ, രണ്ടാമത്തത് എലിസബത്ത്. ഹല്ലേലൂയ. ആ ഭാഗങ്ങളാണ് നാം വായിച്ചു കഴിഞ്ഞത്. മറിയ ഹല്ലേലൂയ, കർത്താവിന്റെ, നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം അറിയാം. ലൂക്കോസ് 1:26 മുതൽ നാം വായിക്കുമ്പോൾ മനസ്സിലാകും, 6-ാം മാസത്തിൽ ദൈവം ഹെബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷൻ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളോട് അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദന, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. അതിന്റെ താഴോട്ട് 30-ാം വായിക്കുമ്പോൾ നാം വായിക്കും, ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുക. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ പറയുക, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദന. ഹല്ലേലൂയ. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുക, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഹല്ലേലൂയ. മറിയയ്ക്ക് ഈ ദൗത്യം, മറിയയ്ക്ക് ഈ ദൂത് കിട്ടുമ്പോൾ, ഈ വാഗ്ദത്തം കിട്ടുമ്പോൾ അവൾക്ക് അത് ഹല്ലേലൂയ റിസീവ് ചെയ്യുവാനായിട്ട് യാതൊരു ഒന്നും അവരുടെ ഹല്ലേലൂയ മുന്നിലില്ല എന്ന് പറഞ്ഞാൽ നോക്കിക്കോണമേ. വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടി, ഹല്ലേലൂയ, നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ. വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടി ഹല്ലേലൂയ പ്രഗ്നന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മറിയയ്ക്ക് വേണമെങ്കിൽ ദൈവത്തിന്റെ ഈ വാഗ്ദത്തം അതുപോലെ തിരസ്കരിച്ച് കളയാം. തീരുമാനം ഇപ്പോൾ മറിയയുടേതാ. എനിക്കത് റിസീവ് ചെയ്യണോ, അത് തള്ളിക്കളയണോ? ഞാനൊരു വാഗ്ദത്തം കേട്ട് കഴിഞ്ഞു, പക്ഷെ അത് റിസീവ് ചെയ്യണോ, അത് തള്ളിക്കളയണോ? എന്നാൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൗത്യവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവൾ അനുഭവിക്കുന്ന ചില പങ്കപ്പാടുകളുണ്ട്. അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മറിയയ്ക്ക് നല്ലതുപോലെ അറിയാം, യഹൂദ ജനത്തിന്റെ കല്ലർ എനിക്ക് കിട്ടും, ഞാൻ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടും, ഹല്ലേലൂയ, ഞാൻ നിന്ന പരിഹാസ പാത്രമായി തീരും. ഹല്ലേലൂയ. എന്നാൽ അവളെ ഏൽപ്പിച്ച ദൗത്യം വലുതാണ്. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ തന്റെ ഉദരത്തിൽ ചുമക്കുന്ന ദൗത്യമാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ചില വാഗ്ദത്തങ്ങൾ, ചില ദൂതുകൾ നാം കേൾക്കുമ്പോൾ ഹല്ലേലൂയ നാം വിചാരിക്കും, കർത്താവേ എങ്ങനെ എന്ന് നാം സംശയദൃഷ്ടിയോടെ നാം ചിലപ്പോൾ അതിനെ നാം റിസീവ് ചെയ്യാൻ കഴിയാതെ വണ്ണമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഓർത്തോണം,
ഓർക്കണം. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ചില ദൗത്യങ്ങൾ തന്നിട്ടാണ് ഈ ലോകത്തിലേക്ക് നമ്മളെ വിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജനനത്തിന്റെ പിറകിൽ ദൈവത്തിനൊരു ദൗത്യമുണ്ട്. അത് നാം മനസ്സിലാക്കിയിരിക്കണം. അത് നാം ചെയ്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഹല്ലേലൂയ, ഏത് പ്രതികൂലമാണെന്ന് പറഞ്ഞാലും നാം അതിനെ, ആ ദൗത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ, ആ കഷ്ടതയുടെ ആണെന്ന് പറഞ്ഞാലും പ്രതികൂലമാണെന്ന് പറഞ്ഞാലും അതിന്റെ നടുവിൽ നിൽക്കുവാൻ ദൈവം ആ ശക്തി തരുന്നത്. അല്ലെങ്കിൽ ഇവിടെ മറിയ അല്ലെങ്കിൽ കേട്ട ദൂത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വായിക്കാം അതിന്റെ 34 നാം വായിക്കുന്നു, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ. ഇത് പകൽക്കാലം പറയട്ടെ, മറിയ കേട്ട വാഗ്ദത്തം എങ്ങനെയാ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടുമ്പോൾ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ട ചില വാഗ്ദത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. പേര് പറഞ്ഞ് ഹല്ലേലൂയ ചില ദൂതുകൾ കേട്ടില്ലേ? ഇതുവരെയും അതിന്റെ നിവർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിഴലിടുവാനുള്ള സാഹചര്യങ്ങളൊന്ന് ഒരുക്കി കൊടുത്തേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാ. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി സംസാരിക്കുകയാ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ട ചില ദൂതുകളുണ്ട്, ചില വാഗ്ദത്തങ്ങളുണ്ട്. വർഷങ്ങളായിട്ടും എന്റെ കുടുംബത്തിന്റെ അകത്തത് നടന്നിട്ടില്ല എന്ന്. ഹല്ലേലൂയ. നടന്നിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. പരിശുദ്ധാത്മാവിന് നിഴലിടുവാൻ വേണ്ടി തന്നെത്താനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കുടുംബത്തിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ, ജീവിതത്തിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ചില വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം അവിടെ സംഭവിക്കുകയാ. ഹല്ലേലൂയ. മറിയേ, ഹല്ലേലൂയ, നീ എങ്ങനെ നടക്കുമെന്നല്ലേ നീ ഇത് വിചാരിക്കുന്നത്? ഇത് എങ്ങനെ സംഭവിക്കുമെന്നല്ലേ? പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അസാധ്യമാണെന്ന് പറഞ്ഞാലും മറിയേ, പരിശുദ്ധാത്മാവ് നിന്റെ അകത്തേക്കൊന്ന് ഹല്ലേലൂയ കടന്നു വരുവാൻ നീ ഒന്ന് അനുമതി കൊടുക്കുമോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദൗത്യത്തിന് വേണ്ടി നീയോ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുമോ? ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് ജീവിതത്തിന്റെ അകത്തേക്ക് ഇന്ന് പകൽക്കാലം ആ ഒരു നിയോഗം വെളിപ്പെടുന്ന പകൽക്കാലമായി മാറട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ചെവെടുക്കുകയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നിഴലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഉത്ഭവം നടക്കുകയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ചില വാഗ്ദത്തങ്ങൾ അവിടെ നടക്കുകയാ. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഏത് കാരാഗ്രഹത്തിലാണെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ പുറത്തു വരും. എത്ര ചങ്ങല ഉണ്ടെന്ന് പറഞ്ഞാലും അത് അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഒന്ന് സമയം വിട്ടുകൊടുത്തേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുടങ്ങിക്കിടക്കുന്ന ഏതവസ്ഥയാണെന്ന് പറഞ്ഞാലോ, ഏത് നന്മകളാണെന്ന് പറഞ്ഞാലോ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവിന് ആ കാര്യസ്ഥനായിട്ട് നമ്മുടെ കുടുംബത്തിന്റെ അകത്തേക്ക് ആ പരിശുദ്ധാത്മാവിന് ഒന്ന് ഇറങ്ങുവാൻ, ഹല്ലേലൂയ, ഒന്ന് കാര്യം ചെയ്യുവാൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയ കാര്യസ്ഥനായിട്ട് നിൽക്കും. നമ്മുടെ കുടുംബത്തിൽ കാര്യസ്ഥനായിട്ട് നിൽക്കുക. നമ്മൾ മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരും. അല്ലെങ്കിൽ ഇതില്ല എങ്കിൽ നമ്മൾ എവിടൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാം പരാജയത്തിലേക്ക് പോകും. ഹല്ലേലൂയ. നമ്മളെ മുൻ നടത്തുവാൻ പരിശുദ്ധാത്മാവ് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിന്റെ അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ ആ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിന്റെ അകത്തേക്ക്. ഹല്ലേലൂയ. അപ്പനോട് പറ, അപ്പ പിതാവേ, ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന്റെ ദിവസമാ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാത്. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം ഇന്ന് രാത്രിയിൽ തന്നെ, ഇന്ന് പകൽക്കാലം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ കുടുംബത്തിന്റെ അകത്തേക്ക് അത് സംഭവിക്കുകയാ. ഹല്ലേലൂയ. കേട്ട ദൂതുകൾ ഇതുവരെ നടന്നിട്ടില്ല. കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ
വിവാഹങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല, ഭവന പണികൾ ഇതുവരെ നടന്നിട്ടില്ല, മുടങ്ങിക്കിടക്കുന്ന ബിസിനസിന്റെ തകർച്ചകൾ ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. അല്ലെങ്കിൽ ഇത് എന്നോടുള്ള ദൂതാണെന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പ പിതാവേ ഇന്ന് പകൽക്കാലം എന്റെ ഈ വിഷയത്തിന്റെ അകത്തൊന്ന് പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവ് ഒന്ന് നിഴലിടുമറങ്ങണമേ, ഹല്ലേലൂയ ഈ വാഗ്ദത്തം ഒന്ന് നടക്കുമറങ്ങണമേ, ഒന്ന് ഏറ്റു. മറിയ പറഞ്ഞതുപോലെ കർത്താവേ ഞാൻ നിന്റെ ദാസിയ, നിന്റെ വാക്കുപോലെ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ നടക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ അതിന്റെ 38 വായിക്കുന്നു. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. എത്ര വൃദ്ധാവസ്ഥയാണെന്ന് പറഞ്ഞാൽ നിർജീവമായതിനൊക്കെ ജീവൻ വെച്ച് ഹല്ലേലൂയ ജീവനുള്ളതാക്കി മാറ്റി ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ശൂന്യതയെ നോക്കിക്കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും ഉണ്ടാക്കിയ ദൈവത്തിന് ഹല്ലേലൂയ ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്നത്തേതായ ആ വാക്യം മറന്നു പോകരുത്, കുറിവാക്യ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ശൂന്യതയെ നോക്കിക്കൊണ്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് അപ്രകാരം തന്നെ സംഭവിക്കും. നിർജീവമായതിനും ഹല്ലേലൂയ ജീവൻ വെപ്പിക്കുന്ന ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതിലേക്ക് വഴിമാറുകയാ. ചില കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആ പദ്ധതിക്ക് വേണ്ടി ഒന്നേൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. ഓ രഗ ശത്തുനാദന ഘടക മറിയ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ മറിയ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുകയാ. കർത്താവ് എന്നോട് ഇതൊരു മീറ്റിംഗിൽ ജോയിൻ ചെയ്തപ്പോഴേ ഹല്ലേലൂയ ഞാൻ കേട്ടൊരു ദൈവശബ്ദമുണ്ട്. 2 പേർ ഒരുമിച്ചുള്ള കണക്റ്റിൽ ഹല്ലേലൂയ. എനിക്കറിയത്തില്ല അത് ഏത് വ്യക്തികളോടാണെന്ന് അറിയത്തില്ല, ഏത് കുടുംബത്തിലാണെന്ന്. അല്ലെങ്കിൽ 2 പേർ ഒരുമിച്ചിട്ടുള്ള ചില കണക്റ്റുകൾ അവിടെ ദൈവ നിയോഗം വെളിപ്പെടാൻ പോകുക ഈ ദിവസങ്ങളിൽ. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ചില പ്രിയ കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാ. അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയാണ്. ഹല്ലേലൂയ. വചനം ഹല്ലേലൂയ പ്രൂഫായിട്ട് കർത്താവ് എടുത്തു കാണിച്ചു. 1:39 വാക്യം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സെക്രിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. ഹല്ലേലൂയ. ഓ മറിയ ബന്ധപ്പെട്ട് മലനാട്ടിൽ യഹൂദിയ പട്ടണത്തിലേക്ക് പോവുകയാണ്. ആരെ കാണുവാൻ? തന്റെ ചാർച്ചക്കാരി എലിസബത്തിനെ കാണുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 പേർ തമ്മിലുള്ള ചെറിയ ഒരു വന്ദനത്തിൽ അവിടെ ഒരു നിയോഗം പുറപ്പെടുകയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്ത് മാറി. അവളുടെ ഗർഭാശയത്തിൽ ശിശു തുള്ളി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ഹല്ലേലൂയ ഒരു ശബ്ദം കേൾപ്പിക്കുകയാ. ഹല്ലേലൂയ. നിയോഗത്തോടെ ഒരേ നിയോഗത്തിൽ കൂടെ സഞ്ചരിക്കുന്ന 2 വ്യക്തികളെ ഒരേ റലത്തിൽ കൂടി ദൈവം സഞ്ചരിപ്പിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നിങ്ങൾ ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കാലുകൾ വെക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ചില അനുഗ്രഹങ്ങൾ നടക്കുമെന്ന്, ദൈവ നിയോഗങ്ങൾ അവിടെ സംഭവിക്കുമെന്ന് ഒരേ തലത്തിൽ കൂടി യാത്ര ചെയ്യുന്ന 2 സഹോദരിമാർ. ദൈവമക്കളെ ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് സംസാരിച്ചത് വ്യക്തമായി സംസാരിച്ച ഹല്ലേലൂയ ദൈവശബ്ദമാണ്. ഒരേ തലത്തിൽ ഒരേ ദൗത്യവുമായി പോകുന്ന 2 വ്യക്തികൾ ഹല്ലേലൂയ അവർ തമ്മിൽ ഒന്നിച്ച് കൂടി കാണുമ്പോൾ അവിടെ ഒരു നിയോഗം പുറപ്പെടുകയാ. ഹല്ലേലൂയ. ഒരു ചെറിയ വന്ദനത്തിന്റെ അകത്ത് ഹല്ലേലൂയ എലിസബത്തിന്റെ ഗർഭാശയത്തിലെ പിള്ള തുള്ളിയെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിൽ, സ്തുതി സ്തോത്രം എന്ന യാഗം ഒന്നർപ്പിച്ചേ. നിങ്ങളുടെ സ്തോത്രങ്ങൾക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ യാഗങ്ങൾക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ ഹല്ലേലൂയ ഊനമില്ലാത്ത യാഗം വേണം അർപ്പിക്കുവാൻ. എന്ന് പറഞ്ഞാൽ ഊനമില്ലാത്ത യാഗം എന്ന് പറഞ്ഞ പഴയ നിയമത്തിൽ നാം വായിക്കുന്നു. അനേകം യാഗങ്ങളെ പറ്റി നാം വായിക്കും. ഹോമയാഗം, പാപയാഗം, അകൃത്യയാഗം, ഭോജനയാഗം എന്ന് സമാധാനയാഗം ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ യാഗങ്ങളെ ഒക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ പല നിയമങ്ങളും വ്യവസ്ഥകളുമാ. പക്ഷെ അവിടെ നാം ഹല്ലേലൂയ വായിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാവും, എല്ലാ യാഗങ്ങൾക്കും ഒരേ ഹല്ലേലൂയ ഒരേ ഒരു നിയമ
നിയമമുണ്ട്, പൊതുവായ ഒരു നിയമമുണ്ട്. എന്താ? ഊനമില്ലാത്ത ഹല്ലേലൂയ യാഗവസ്തു, ഊനമില്ലാത്ത യാഗവസ്തു ആയിരിക്കണം. എല്ലാ യാഗങ്ങൾക്കുമുള്ള ഒരു പൊതു നിയമമാണ് ഊനമില്ലാത്ത യാഗവസ്തു. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ യാഗങ്ങൾക്ക് പ്രശസ്തിയില്ല. നമ്മുടെ അരുമനാഥൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് കാൽവറി ക്രൂശിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റിപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, ഊനമില്ലാത്ത ഒരു യാഗമുണ്ട്, സ്തോത്രം എന്ന യാഗം. ഹല്ലേലൂയ. ആ സ്തോത്രം എന്ന യാഗം നാം ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ അതിന് ഊനമുണ്ടാകരുത്. സ്തുതിയോടെ, ശക്തിയോടെ, ഉത്സാഹത്തോടെ ആ സ്തോത്രം എന്ന യാഗം ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ആ സ്തോത്രം എന്ന യാഗത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ മറിയയും എലിസബത്തും തമ്മിൽ കണ്ടു. ഹല്ലേലൂയ. വന്ദനം ചൊല്ലിയപ്പോൾ ഹല്ലേലൂയ ആ വന്ദനം ഒന്ന് ഇമാജിൻ ചെയ്തേ, എന്തുമാത്രമുള്ള വന്ദനമായിരിക്കുമെന്ന്. ചെറിയ ഒരു വന്ദനത്തിന്റെ അകത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട്, ഹല്ലേലൂയ അടുത്ത വ്യക്തി പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് അവളുടെ ഉദരത്തിൽ കിടന്ന ആ കുഞ്ഞിനൊരു നിയോഗം അവിടെ വെളിപ്പെടുക. അവൻ ഉദരത്തിൽ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഒരു നിയോഗം പൊട്ടിപ്പുറപ്പെടുകയാ അവിടെ. ഇന്ന് പകൽക്കാലം രണ്ടുപേർ തമ്മിൽ ഒരേ ദിശയിൽ കൂടി കർത്താവ് കൊണ്ടുപോകും. രണ്ട് കുടുംബങ്ങളെ തമ്മിൽ, ചില വ്യക്തികളെ ഇതിന്റെ നടുവിൽ നിന്നും ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി ചില കുടുംബങ്ങളുടെ അകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് എന്തുമായി കൊള്ളട്ടെ, അത് ബിസിനസിന് വേണ്ടിയോ, വിവാഹങ്ങൾക്ക് വേണ്ടിയോ, ഹല്ലേലൂയ ഫിനാൻഷ്യൽ മണ്ഡലങ്ങൾക്ക് വേണ്ടിയോ, എന്തുമായി കൊള്ളട്ടെ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോട് പറ, എന്റെ മേളിലുള്ള ദൈവ നിയോഗം വെളിപ്പെടുന്ന പകൽക്കാലമാ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നൊന്ന് വിളിച്ചു പറഞ്ഞേ. അർത്തുന ദീപാരക ശംതുനാദനഘടക ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ജയമെടുക്കുക. 2 തിമോഥെയോസ് 1:6 നാം വായിക്കുന്നു, പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിക്കുമെന്ന്. ഹല്ലേലൂയ. 2 വ്യക്തികൾ തമ്മിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം എന്ന് യാഗം അർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവ നിയോഗം വെളിപ്പെടുമെങ്കിൽ, ചില കൈവെപ്പിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടുമെങ്കിൽ, മെറിൻ അലക്സാണ്ടർ ആൻഡി പ്രാർത്ഥിച്ചോ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തേക്ക് ചില ഹല്ലേലൂയ ദൈവ നിയോഗങ്ങൾ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവ നിയോഗങ്ങൾക്ക് തടസ്സമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന സകല പോരുകൾ ഇത് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുകയാ. ഹല്ലേലൂയ. വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ ദിനമാക്കി മാറ്റിയെടുക്കുന്ന ദൈവ ചില വാഗ്ദത്തങ്ങൾ കേട്ടു. ഹല്ലേലൂയ. എന്നാൽ അത് നിവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് കടന്നു വരുന്നു. അത് വൈകിയാലും വരും നിശ്ചയം. അതിനായി കാത്തിരിക്കെ ശകല ഹതുന ഘടകരകൾ ശബ്ദനാദന ഘടക. യേശുവിന്റെ നാമത്തിൽ ദർശനത്തിന് ഒരു അവധിയുണ്ടെന്ന്. അത് വരും നിശ്ചയം, വരും നിശ്ചയം. ഹല്ലേലൂയ. ഓ അവിടെ ഒരു സംശയം വേണ്ട. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. വിശ്വസിച്ച ആന്റി, കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ചില നിയോഗങ്ങൾ കുടുംബത്തിന്റെ അകത്തേക്ക് വരും നിശ്ചയം. ഹല്ലേലൂയ. ചില കണക്ഷനുകൾ വരും നിശ്ചയം. ഓരോ കക്ഷി കാലകതുനി ഘടക ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് വിശ്വസിച്ചേ, ചില നിയോഗങ്ങൾ ചില കുടുംബത്തിന്റെ അകത്തേക്ക് ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ചില വ്യക്തികൾ ചില സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ചില വ്യക്തികൾ ചില കുടുംബത്തിന്റെ അകത്തേക്ക് കാലുകൾ വെക്കുമ്പോൾ, ചില ദൈവദാസന്മാർ ചില കുടുംബത്തിന്റെ അകത്തേക്ക് കാലുകൾ വെക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. റീമാന ഗദുര ഘടക. ഓ അതുവരെ നടക്കത്തില്ല എന്ന് പറഞ്ഞ, അതുവരെ നടക്കത്തില്ല, ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ ചില മുടങ്ങിക്കിടക്കുന്ന നന്മകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ചില കുടുംബത്തിന്റെ അകത്തേക്ക് അത് റിലീസ് ആകുകയാ. അത് ഏറ്റെടുത്ത് അതുപോലെ പ്രാർത്ഥിച്ചേ. അൽമാന ധുരാരകക്ഷസി യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഈ സമയത്ത് എവിടെയായാലും ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ധകാര മണ്ഡലത്തെ പിളർക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ നിയോഗങ്ങൾക്ക് തടസ്സമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവത്തിന്റെ
കുടുംബത്തിന്റെ ഹല്ലേലൂയ അന്ധകാര മണ്ഡലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അത് തകർന്നു മാറുകയാ. ചില കുടുംബത്തിന്റെ അകത്തേക്ക് അത് തകരുകയാ. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ സകല അന്ധകാര മണ്ഡലങ്ങളും പിളർന്നു മാറും. ഹല്ലേലൂയ. നമ്മുടെ സ്തുതി സ്തോത്ര യാഗങ്ങളുടെ നടുവിൽ ചില നിയോഗങ്ങൾ വെളിപ്പെടും. ചില നിയോഗങ്ങൾ വെളിപ്പെടും. ഓ അതരത്തിൽ നിന്ന് ഉയരട്ടെ സ്തുതി സ്തോത്രങ്ങൾ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഊനമില്ലാത്ത സ്തുതി സ്തോത്രങ്ങൾ ഹല്ലേലൂയ ആകട്ടെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ഓ ഉത്സാഹത്തോടെ ഹല്ലേലൂയ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ആരാധനയിൽ ദൈവത്തിന്റെ ആ വൻ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നമ്മൾ അതുപോലെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അതുപോലെ നമ്മുടെ ഓരോ സ്തുതിയും സ്തോത്രവും അതുപോലെ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതായിരിക്കണം. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ടേ ആരാധിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രജ എങ്ങനെയാ ഉത്ഭവിക്കുന്നേ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹൃദയത്ത് നമ്മളിലേക്ക് വരുമ്പോഴാണ് മറിയയിൽ ആ പ്രജ ഉത്ഭവിച്ചതെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവ് നിഴലിടുമ്പോൾ ചില പ്രജകൾ, ചില ഹല്ലേലൂയ ചില വാഗ്ദത്തങ്ങൾ ഉത്ഭവിക്കുകയാ. ഹല്ലേലൂയ. എത്ര പേർ ഏറ്റെടുത്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ലൈഫിൽ ഇന്ന് പകൽക്കാലം അതൊരു വിടുതലായി മാറിക്കൊണ്ടിരിക്കുക. മറിയ ബന്ധപ്പെട്ട എലിസബത്തിന്റെ വീട്ടിൽ ചെന്നതുപോലെ അവിടെ അവർക്കുള്ളിൽ മനസ്സിൽ ഹല്ലേലൂയ അവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എന്റെ ഈ സ്തുതി സ്തോത്രത്തിന്റെ നടുവിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? അല്പസമയം ചിന്തിച്ചു കാണുക. എന്റെ ഒരു വന്ദനം ചൊല്ലില് ഹല്ലേലൂയ എലിസബത്തിന്റെ ഉള്ളത്തിൽ എങ്ങനെ പിള്ളത്തുള്ളി. അതാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില എൻകൗണ്ടറുകൾ ഹല്ലേലൂയ അത് ഓപ്പൺ ആകുകയാ. യാത്രകൾക്കിടയിൽ, ചില കണ്ടുമുട്ടലുകൾക്കിടയിൽ ദൈവ നിയോഗങ്ങൾ വെളിപ്പെടാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ചില യാത്രകൾക്കിടയിൽ ചില വ്യക്തികളുമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അത് ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിലേക്ക് പോകുകയാ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. അത് ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, ഹല്ലേലൂയ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരും അറിയാത്തവരെ ദൈവം കണക്ട് ചെയ്യിപ്പിക്കും. അത് ചില നിയോഗത്തിന്റെ അകത്തേക്കും അത് വഴിമാറും. ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിലേക്ക് അത് വഴിമാറും. ഇവിടെ മറിയ ബന്ധപ്പെട്ട് എലിസബത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ ഹല്ലേലൂയ അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവൾ ഹല്ലേലൂയ അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പറയുക, എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുവാൻ എവിടെ നിന്ന് ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? ഇന്ന് പകൽക്കാലം പറയാൻ പോകുകയാ, ഈ മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? ഹല്ലേലൂയ നിങ്ങൾ എന്റെ അടുത്ത് വരത്തക്കവണ്ണ ഹല്ലേലൂയ ഈ മാനം, ഈ ഒരു യോഗ്യതയും ഇല്ലാതെ എന്നെ, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എനിക്ക് ഈ മാനം എവിടെ നിന്നുണ്ടായി? ഓ ഹല്ലേലൂയ. നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ ദൈവമക്കളെ ഈ വചനങ്ങള്. ചില വ്യക്തികളുടെ കർത്താവ് ഇന്ന് പറയുന്ന ദൂത് അത് തന്നെയാ. ചില വ്യക്തികളുടെ കണക്റ്റുകൾ ഹല്ലേലൂയ കണക്ഷനുകൾ അത് ചില മാനത്തിങ്കലേക്ക്, യോഗ്യതയില്ലാതിരിക്കുന്ന സ്ഥാനങ്ങളിൽ അത് ചില യോഗ്യതയിലേക്ക്. ഒരു യോഗ്യതയുമില്ല എനിക്കിത് പ്രാപിക്കുവാൻ, ഒരു യോഗ്യതയുമില്ല എനിക്കിത് കിട്ടുവാൻ. പക്ഷേ ചില വ്യക്തികളുടെ കണക്ഷനുകൾ അത് യോഗ്യതയുള്ളതാക്കി മാറുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നത്. എനിക്കറിയത്തില്ല, ഈ ഒരു ലൈനിൽ കൂടെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുക. യേശുവിന്റെ രക്തം ചെയ്യാൻ വിശ്വസിച്ചുകൊണ്ട് പറ, എന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന്റെ ദിനം അത് ഇന്നായി മാറാൻ പോകുകയാ. വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്തതിന് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാതെ മടങ്ങി വരത്തില്ല. ഈ ദിവസങ്ങളിൽ ആരാ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്? ആരാണ്? ഹല്ലേലൂയ. ചില യാത്രകൾക്ക് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു.
ചില സ്ഥലങ്ങളിലേക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ മടങ്ങി വരത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തി കാണാതെ നിങ്ങൾ മടങ്ങി വരത്തില്ല. ഓ, അവിടെ പറയും ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് പറയത്തക്ക വേണം. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയത്തക്ക വേണം. ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ചില ഉത്ഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റെടുത്തേ. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ലാലി ആന്റി ഏറ്റെടുത്തേ. ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിഴലിടുമ്പോൾ എന്റെ കുടുംബത്തിന്റെ അകത്ത് ചില ഉത്ഭവങ്ങൾ നടക്കാൻ പോകുകയാ. എന്റെ ചില യാത്രകൾ അത് വെറുതെയാകെ പോകത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞേ. റീബാലരഗതുരിഘടക, നിങ്ങൾക്ക് മുമ്പായി ഞാൻ എന്റെ ദൂതനെ അയക്കുമെന്ന്. റീബാലഗതുരി കരകക്ഷാലം പൗടാലകന ഘടകരക ദുരിഘടക അൽക്കന കട്ടൽ കാതുരഘട്ടം ധീരജനാര. ഇന്ന് പകൽക്കാലം ചില കുടുംബത്തിന്റെ അകത്തേക്ക് ആ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന്റെ ദിവസമാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. ചില കുടുംബങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാ. യേശുവിന്റെ രക്തം ചേമെടുക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മറിയ അവിടെ ഒരു ദൈവത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് നിരാശയും പ്രതികൂലവും ഒക്കെയാ സംഭവിച്ചത്. എന്താണെന്നറിയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവമേ അവൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. അവളുടെ എൻഗേജ്മെന്റ് ചെയ്തിരുന്ന, അവളുടെ വിവാഹം നിശ്ചയിച്ചിരുന്ന യോസഫ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ആ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുമ്പോൾ ചില ഗൂഢമായിട്ട്, ചില ഉപേക്ഷണ പത്രം പോലെ ഹല്ലേലൂയ ചേർത്ത് നിർത്തേണ്ടുന്നവർ ചേർത്ത് നിർത്താതെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാൻ പദ്ധതിയും പ്ലാനുകളും ഇടുകയാ. യോസഫ് നീതിമാനാകൊണ്ട് ലോകാപവാദം വരാതിരിക്കാൻ അല്ലെങ്കിൽ അവളെ ഗൂഢമായിട്ട്, ഗൂഢമെന്ന് പറഞ്ഞാൽ അറിയാം, ഇന്നലെ വരെ നല്ലതുപോലെയൊക്കെ സംസാരിച്ചവര്, ഇന്നലെ വരെ നല്ലതുപോലൊക്കെ ഫോൺ വിളിച്ചവര്, വീട്ടിൽ കടന്നു വന്നവരൊക്കെ സംസാരങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുകയാ. ഹല്ലേലൂയ. ഫോൺ വിളികളൊക്കെ ഒന്ന് കുറച്ചു, വീട്ടിൽ വരുന്നതൊക്കെ ഒന്ന് നിർത്തി എന്ന് പറഞ്ഞാല് എനിക്ക് അവരോട് സ്നേഹമില്ല എന്ന് ആരും അറിയണ്ട, അവരും അറിയണ്ട. ഗൂഢമായിട്ട് പതുക്കെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതുക്കെ പതുക്കെ അങ്ങ് ഉപേക്ഷിച്ച് കളയാ. യോസഫ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാ. ഹല്ലേലൂയ. മറിയെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാൻ നമ്മള് മത്തായി 1:19 നാം വായിക്കും. ഹല്ലേലൂയ. അവളുടെ ഭർത്താവ് ഗൂഢമായി ഉപേക്ഷിക്കുവാൻ പ്ലാനുകൾ ഇട്ടോ, ഉപേക്ഷിച്ചതാ. അത് മറ്റാരും അറിയണ്ട എന്ന മട്ടില് ഹല്ലേലൂയ നാം ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് ഉറച്ച തീരുമാനം എടുക്കുമ്പോൾ, ചില ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാൻ പൈശാചിക തന്ത്രങ്ങൾ ബന്ധപ്പെടുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അത് നടക്കത്തില്ല. ദൈവത്തിന്റെ ദൂതനെ അവിടെയും ദൈവം ഇറക്ക്. ഹല്ലേലൂയ. ഏത് ദൂതനെ കൊണ്ട് മറിയോണ്ട് സംസാരിപ്പിച്ചോ അതേ ദൂതൻ യോസഫിന്റെ അടുത്തേക്ക് പറയുകയാ, ചെല്ലുകയാ, നീ മറിയെ ചേർത്ത് പിടിക്കാൻ ലജ്ജിക്കേണ്ട. അവളിൽ ഉത്ഭവമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രജയാ. ഇന്ന് പകൽക്കാലം ഗൂഢമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആയിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ. ഭാരപ്പെട്ടു പോകരുത്, ധൈര്യപ്പെട്ടു പോകരുത്. കർത്താവിന് വേണ്ടി ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ നാം ഒരു സ്റ്റെപ്പ് വെച്ചെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത് പിന്നെ ദൈവത്തിൻ്റെതാ. ഹല്ലേലൂയ. അത് പിന്നെ ഒരു പിശാചിന്റെ ശക്തിയുടെയുമല്ല. ദൈവം തന്നെ ദൗത്യവുമായി മുമ്പോട്ട് പോകുമ്പോൾ പിശാച് അവിടെ പദ്ധതികൾ ഒരുക്കും. ഹല്ലേലൂയ. ഇത് പകൽക്കാലം പറയട്ടെ, ആരാണോ ഗൂഢമായി ഉപേക്ഷിക്കാൻ പ്ലാൻ ഇട്ടത് അവരെ കൊണ്ട് തന്നെ ഹല്ലേലൂയ ചേർത്ത് നിർത്തുവാനും ദൈവം പദ്ധതി ഒരുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഹല്ലേലൂയ, എന്നെയും നമ്മെ ഒരുമിച്ച് കർത്താവ് അപ്പച്ചൻ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യത്തിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ ചില പൈശാചിക മണ്ഡലങ്ങൾ, ചില അപവാദങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ഹല്ലേലൂയ, ചില നിന്ദകൾ നാം കേൾക്കേണ്ടി വരും. നമ്മുടെ നന്മയെ ഇല്ലാതാക്കാൻ നോക്ക്, ശുശ്രൂഷകളെ ഇല്ലാതാക്കാൻ നോക്ക്,
നമ്മുടെ ജോലി കളയിപ്പിക്കാൻ നോക്കും. ഹല്ലേലൂയ. കുടുംബത്തിന്റെ അകത്ത് ഭിന്നത ഉളവാപ്പിക്കാൻ പൈശാചികൻ ശ്രമിക്കുമ്പോൾ തളർന്നു പോകരുത്. പ്രിയ കർത്തൃദാസി പറഞ്ഞതുപോലെ നിങ്ങൾ തളർന്നു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രിയ നിമ്മി സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ഉറച്ചു നിൽക്കണമെന്ന്, അധൈര്യപ്പെട്ടു പോകരുത്. പരിശുദ്ധാത്മാവ് ഒരേ ലൈനിൽ കൂടിയാ ഇന്ന് പകൽക്കാലം കൊണ്ടുപോകുന്നത്. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളാ. നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. ചില ഗൂഢാലോചനകൾ എവിടെയെങ്കിലും നടക്കുമ്പോൾ നമുക്കതിനെ പറ്റി ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ. നമ്മെ പറ്റി നമ്മുടെ അപ്പന് ബോധ്യമുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ ദൂതനെ ഇറക്കിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയാൽ പിശാചിന്റെ പദ്ധതി പൊളിയ. അടഞ്ഞ വാതിലുകൾ തുറക്ക്. തീച്ചൂളയിലാണെങ്കിൽ അത് പുറത്തു വരും. ഹല്ലേലൂയ. ശത്രുക്കും മേശക്കും അബേദ്നെഗോവ് എരിയുന്ന തീച്ചൂളയുടെ നടുവിൽ, ഹല്ലേലൂയ, അവർക്ക് നല്ലതുപോലെ അറിയാം ഞങ്ങൾ ഈ നിമിഷം ചാരമാകാൻ പോകുകയാ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ സ്ഥാനമാനങ്ങളെല്ലാം നശിക്കാൻ പോകുകയാ. ഞങ്ങളെ രക്ഷിക്കുവാൻ ആരുമില്ല. പക്ഷെ ആ സമയത്ത് അവർ ഒരു തീരുമാനമെടുത്തു. ഈ ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും, ഹല്ലേലൂയ, രാജാവിന്റെ മൂർത്തിയെ ഞങ്ങൾ നമസ്കരിക്കാൻ പോവത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അവരെടുത്ത തീരുമാനത്തിന്റെ മുമ്പിൽ സ്വർഗത്തിന് സൈലന്റ് ആയിരിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുമോ? സ്വർഗം സൈലന്റ് ആയിരിക്കത്തില്ല. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ ദൂതനെ അയച്ചു തന്നെ ദൈവം വിടുവിക്കുന്ന ദൈവമാറി ബലകതുരി ഘടകരകം ശന്തനാദിനി ഘടക. ഇന്ന് പകൽക്കാലം വളരെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ചില കുടുംബത്തിന്റെ അകത്തേക്ക് ആ ദൈവ സാന്നിധ്യം ഇപ്പോൾ തന്നെ ചില ഒറ്റപ്പെടുത്തലുകൾ, നിന്ദകൾ, വേദനകൾ, ഗൂഢാലോചനകൾ, ഹല്ലേലൂയ, തകിടം മറിക്കുന്ന അവസ്ഥകൾ. ഇനി നാളെ എന്താകും, ഇന്ന് എന്താകും, ഇനി വരും ദിവസങ്ങൾ എന്താകും. ഹല്ലേലൂയ. ചിന്തയോടെ ഇരിക്കുക. ദൈവമൈതലെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഇന്നലകളെ ഈ ലോകത്തിനറിയാം, നിന്റെ ഇന്നിനെയും ഈ ലോകത്തിനറിയാം. പക്ഷെ നിന്റെ നാളെ എന്തായി തീരുമെന്ന് അത് സ്വർഗത്തിന് മാത്രമേ ഉള്ളൂ. ഇന്നലകളിൽ നീ അപമാനപ്പെട്ടു പോയിക്കാ. ഇന്നലകളിൽ നിന്നയുടെ അവസ്ഥയിലേക്ക് നീ പോയേക്കാ. ഇന്നും അതേ സ്ഥിതിയിൽ കൂടെ പോകുന്നതെങ്കിൽ അത് സ്വർഗത്തിലെ അപ്പൻ അറിയുന്നുണ്ടോ, ഈ ലോകം അറിയുന്നുണ്ട്. പക്ഷെ നിന്റെ നാളെ എന്തായി തീരുമെന്ന് അത് അപ്പൻ ഹല്ലേലൂയ വിധി എഴുതി വെച്ചിട്ടുണ്ട്. തളർന്നു പോകരുത്, ഹല്ലേലൂയ, ധൈര്യപ്പെട്ടു പോകരുത്. എസ്തർ അനാഥ പെൺകുട്ടിയായിരുന്നു, അത് ലോകത്തിനറിയാം. ഇന്നും അവൾ അനാഥ, പക്ഷെ നാളെ അവൾ ഒരു കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറുമെന്നുള്ളത് ഈ പൈശാചിക മണ്ഡലത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, തിട്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല. അപ്പനൊന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പിറകിൽ അല്ലെങ്കിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചില ഒറ്റപ്പെടുത്തലിന്റെ നടുവിൽ, കുഞ്ഞേ, ചില അപവാദത്തിന്റെ നടുവിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അധൈര്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എസ്തേറേ, നിന്നെ എന്നും അനാഥയാക്കി കളയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. നിന്നെ എത്തിക്കേണ്ടുന്ന സ്ഥാനത്ത് എത്തിക്കും. സമയം വരെ സ്വർഗത്തിലെ അപ്പൻ ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കും. അഗ്നിജ്വാലയ്ക്കൊത്തിട്ടുള്ള കണ്ണുള്ള ദൈവത്തിനറിയാം എവിടെ ഹാമാന് ശക്തി ഉയരുന്നു എന്ന്, എവിടെ ഹാമാൻ പരാജയപ്പെടുത്തുവാൻ തന്ത്രങ്ങൾ മെനയുന്നുവെന്ന്. ഹല്ലേലൂയ. ആത്മാവിന്റെ കണ്ണിൽ കണ്ടുകൊണ്ട് എസ്തേറേ, നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ചില ഹാമാന്യ ശക്തികൾ തകിടം മറിയാൻ പോകുകയാ. ഹാമാൻ ഒരുക്കുന്ന കഴുകുമരത്തിൽ അവൻ തന്നെ കുടുങ്ങാൻ പോകുകയാ. ശകന കതുര ഘടകരകം തുനാദിനി ഘടക. വിധി എഴുതി, ഹല്ലേലൂയ, ഡേറ്റ് വിട്ട് വിധി എഴുതി, രാജാവിന്റെ മുദ്രമോതിരം കൊണ്ട് സീലും വെച്ച്, ഹല്ലേലൂയ, ജനത്തിനെ കൊന്നു മുടിക്കേണ്ടതിന് ഹാമാൻ ഒരുക്കിയ ആ പദ്ധതിക്കകത്ത് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു എസ്തർ എഴുന്നേറ്റപ്പോൾ അവിടെ വിധി ന്യായങ്ങൾ മാറിമറിയുകയാ. അവിടെ വിധികൾ മാറിമറിഞ്ഞു എങ്കിൽ എനിക്കറിയത്തില്ല, ദൈവ പരിശുദ്ധാത്മാവ് പറയുന്നു ചില വിധി എഴുത്തുകൾ മാറുവാൻ പോകുകയാ.
സൈൻ ചെയ്ത് പിശാച് രേഖ എഴുതി മുദ്ര വെച്ചു. ഹല്ലേലൂയ. റിബാല ഖദുരി ഗഡഗ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആകുകയാ. റബാല ഖദുരി ഗഡഗ രഗംദുന. ചില വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുക, ഡേറ്റും പ്ലാനും ഇട്ട് ഹല്ലേലൂയ തകർത്ത് കളയുവാൻ പദ്ധതികൾ ഒരുക്കി. റിബാ രഗംദുന ദുനി ഗഡഗ. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി അവിടെ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. നമുക്കൊന്ന് ഹല്ലേലൂയ മോശയുടെ ജനനത്തെ പറ്റി ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ മോശയുടെ ജനനത്തിന്റെ എങ്കിൽ ഹല്ലേലൂയ ഫറവോൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയണമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സൂതി കർമ്മിണികളായ പൂവാവോർ ഷിപ്ര രണ്ടുപേരുടെ പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അവരോട് പറഞ്ഞു, കുഞ്ഞ് ജനിക്കുമ്പോഴേ അവരെ കൊന്നുകളഞ്ഞേക്കണം. ഹല്ലേലൂയ. അവർ പുറത്തു വരാൻ പാടില്ല. കാരണം ഒരു വാഗ്ദത്ത സന്തതിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയട്ടെ, എത്ര പിശാച് അകത്തളങ്ങളിൽ പദ്ധതിയിട്ടാലും ഹല്ലേലൂയ അവിടെ ആ സൂതി കർമ്മിണികൾ പറഞ്ഞൊരു വേടുണ്ട്. ഓ ഹല്ലേലൂയ എബ്രായ സ്ത്രീകൾ നല്ല തിറവുള്ളവരാ. ഹല്ലേലൂയ. ഞങ്ങൾ അകത്ത് ചെല്ലും മുമ്പേ അവിടെ കാര്യം കഴിഞ്ഞിരിക്കുക, അവർ പ്രസവിച്ചിരിക്കുക, ഞങ്ങൾക്ക് കുഞ്ഞിനെ കൊല്ലുവാൻ പറ്റത്തില്ല. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇന്ന് പകൽക്കാലം പറയാമോ, എബ്രായ സ്ത്രീകൾ നല്ല തിറവുള്ളവരാ. ഓ അന്ധകാര മണ്ഡലങ്ങളുടെ കുടുംബത്തിന്റെ അകത്തേക്ക് കടന്നു വരുന്നതിന് മുന്നമേ, തലമുറകളെ ഉന്നമിക്കുന്നതിന് മുന്നമേ, ഓ എന്നെ കേൾക്കുന്ന പ്രിയ ഹല്ലേലൂയ പൈതങ്ങളെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മാവിൽ തിറവുള്ളവരായിരിക്കുമെങ്കിൽ ആ മണ്ഡലത്തോട് പൊരുതുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഹല്ലേലൂയ അന്ധകാര ശക്തികൾ ഡേറ്റും പ്ലാനും ഇട്ടത് കുടുംബത്തിന്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നമേ ഹല്ലേലൂയ ഇവിടെ ദൂതൻ ഇറങ്ങിയിരിക്കും. ഹല്ലേലൂയ അതിനെ വെട്ടി വീഴ്ത്തുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറഞ്ഞേ, ഹല്ലേലൂയ നമ്മുടെ പോരിന്റെ ആയുധം എന്ന് പറയുന്നത്, നമ്മുടെ പോരിന്റെ ആയുധമോ ഹല്ലേലൂയ ജഡീകമല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാ. യുദ്ധം ചെയ്യുന്നത് ദൈവമാണെങ്കിൽ അവിടെ ജയമാ. ഹല്ലേലൂയ. ഒരു പൈശാചിക മണ്ഡലത്തിന്, ഒരു ഫറവോനിയ ശക്തിക്ക് നിന്റെ തലമുറയെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഏത് മരുഭൂമിയുടെ അവസ്ഥയാണെന്ന് പറഞ്ഞാൽ ആ മരുഭൂമിക്കകത്തും യോഹന്നാനെ പരിശുദ്ധാത്മാവ് നടത്തിയതുപോലെ കുഞ്ഞെ തലമുറയെ പറ്റി ആരാ ചിന്തിക്കുന്നത്? ഈ മരുഭൂമി എന്റെ തലമുറയെ തകർത്ത് കളയുമോ? എന്റെ കുടുംബത്തെ തകർത്ത് കളയുമോ? എന്റെ ഭർത്താവിനെ തകർത്ത് കളയുമോ? എന്റെ ഭാര്യയെ, എന്റെ മാതാപിതാക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ തകർത്ത് കളയുമോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഓ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എബ്രായ സ്ത്രീകളെ പോലെ അവർ തിറവുള്ളവരായിരുന്നു എന്ന് വായിച്ചില്ലേ? ആത്മാവിൽ തിറവ് ഹല്ലേലൂയ ഉള്ളവരായിട്ട്. ഓ ജഡത്തിന്റെ പ്രവൃത്തി ജഡീകമല്ല നമ്മുടെ ആയുധം. ഹല്ലേലൂയ വചനം എന്ന വാളെടുത്തുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ വെട്ടി വീഴ്ത്തുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ പദ്ധതി നടക്കാൻ പോകുക. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. കുറിവാക്യം മറന്നു പോകരുത്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ. സത്യം അരക്കിക്കെട്ട് നീതി എന്ന കവചം ധരിച്ച്, വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രം എടുത്ത്, വചനം എന്ന വാളെടുത്ത് നാം പോരാടുവെങ്കിൽ ഹല്ലേലൂയ ചില ഫറവോന്റെ കൽപ്പനകളെ തകിടം മറിക്കുവാൻ, പിശാച് ഒരുക്കിയ അവന്റെ തന്ത്രങ്ങളെ തകിടം മറിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഈ പ്രഭാത സമയത്ത് അത് ഉത്ഭവമാകട്ടെ. ഓരോ വ്യക്തി ജീവിതത്തിന്റെ അകത്തും അത് ഹല്ലേലൂയ അത് ഉത്ഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നവർക്ക് ജയമുണ്ട് കേട്ടോ. ആ പൗലോസും ശീലാസും അടികൊണ്ട വാടുമായിട്ട് കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്നപ്പോൾ ശക്തിയില്ല, ബലമില്ല, ഒന്നുമില്ല. ഹല്ലേലൂയ. പക്ഷെ കൈകളുണ്ട്. കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവിടെ ചങ്ങല വീണെങ്കിൽ ദൈവ പൈതലേ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിൽ നീ എന്റെ വചനം കാത്ത് അത് നിഷേധിച്ചില്ല എന്ന് വെളിപ്പാട് 3:8 നാം വായിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിന്റെ അല്പശക്തി കൊണ്ട് അല്പം മതി എന്നേ, ഒത്തിരിയൊന്നും വേണ്ട. കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ആരും കാണത്തില്ല, ഒറ്റയ്ക്കായിരിക്കാം, അല്പം മതി എന്നേ. ആ ശക്തി ഉപയോഗിച്ചു കൊണ്ടൊന്ന് പോരാടി ജയിക്കുവാൻ കഴിയുമെങ്കിൽ ഓ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ദൗത്യ നിർവഹണത്തിന്റെ അകത്തേക്ക് നീ കയറുമ്പോൾ നിന്നെ പറ്റിയുള്ള റെസ്പോൺസിബിലിറ്റി സ്വർഗം ഏറ്റെടുക്കും. അർത്തുന
ദീപര ഘടകതുരങ്കാല ഗതുനെ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റീബാലഭക്ഷസി. ഓ, പല കുടുംബത്തിന്റെ അകത്തേക്ക് ആ ദൂത് പോകുകയാ. പേര് പറയാൻ ഹല്ലേലൂയ 100-113 ഡിവൈസുകൾ കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന്റെ അകത്തേക്ക് ഏറ്റെടുക്കുന്നവർക്ക് ഈ പ്രഭാതത്തിൽ വിടുതല. ഓ റമാനകക്ഷസി, ആരേറ്റെടുക്കുന്നോ നിങ്ങൾ അത്ഭുത സാക്ഷിയായിട്ട് ഇന്ന് പകൽക്കാലം മാറാൻ പോകുകയാ. ഓ, നിങ്ങൾ ഡേറ്റ് ഇട്ട് പറയൂ. ഇന്ന സമയം, ഇന്ന സമയം, ഹല്ലേലൂയ, ഇന്ന ദിവസം, ഇത്രാം തീയതി എന്റെ കുടുംബത്തിന്റെ അകത്ത് ഈ 9:37 ആകുന്ന ഈ സമയം, ഈ 16-ാം തീയതി ഹല്ലേലൂയ എന്റെ കുടുംബത്തിന്റെ അകത്ത് ദൂതൻ ഇറങ്ങി ചിലതിനെ വെട്ടിമാറ്റി എനിക്ക് വിജയം തന്ന ദിവസമാണെന്ന് ചില കുടുംബങ്ങൾ ഇതിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോകുകയാ. അർത്തുന അധിപനഘടകക്ഷ സത്തനധനഘടകെ. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. ഓ സിമ്മി സിസ്റ്ററെ പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ ദൂതൻ കുടുംബത്തിന്റെ അകത്തേക്ക് ഹല്ലേലൂയ ചില പദ്ധതികൾ പ്ലാനുകൾ ഇട്ടതിനെയൊക്കെ ഒറ്റപ്പെടുത്തുവാൻ നോക്കിയതിനെയൊക്കെ ഇന്ന് പകൽക്കാലം വെട്ടിമാറ്റി ദൈവത്തിന്റെ ദൂതൻ ചില നിയോഗങ്ങൾക്കകത്തേക്ക് കയറ്റുന്ന ദിനങ്ങളാ. അല്ല, ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ വിളിച്ചു പറയുന്ന ഒരു സമയം മുന്നിലുണ്ട്. എനിക്കിതൊന്നും അറിയത്തില്ല, എനിക്ക് യോഗ്യതയൊന്നുമില്ല, എന്റെ കൂട്ടത്തിൽ നിൽക്കുവാൻ ആരുമില്ലായിരുന്നു. സ്വർഗത്തിന്റെ ദൂതൻ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. ഓ, എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി. മനുഷ്യർ റെക്കമെൻഡ് ചെയ്യുമെന്ന് പലപ്പോഴും, മനുഷ്യർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പലപ്പോഴും വിചാരിച്ചു. ഒറ്റപ്പെട്ട് നിന്നു, ആരുമില്ലാത്തൊരവസ്ഥ. എന്നാൽ സ്വർഗം പറയുന്നു, എസ്തേറേ, നിന്നെ ഞാൻ തള്ളിക്കളയുക ദൈവമല്ല, നിനക്കൊരു രാജകീയമായ ഒരു സ്ഥാനം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ശക്തികളെ പരാജയപ്പെടുന്ന അഭിഷേകവുമായിട്ട് ഞാൻ എഴുന്നേൽപ്പിക്കുന്ന നാളുകളുണ്ട്. പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ദൈവ നിയോഗം ഇപ്പോൾ തന്നെ റിലീസ് ആകട്ടെ. ആ കുടുംബത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുക. ചില ഭക്തത്വങ്ങളുടെ നിവർത്തീകരണത്തിന്റെ ദിനങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ റിബനഗദുരിക. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഇന്ന് പകൽക്കാലം ഏത് സാഹചര്യമായാലും പാപത്തിൽ നാം വീട് പോകാതെ നാം വിശുദ്ധിയോടുകൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. കർത്താവ് വിളിച്ചു വേർതിരിക്കുന്നവരെ താൻ ആഗ്രഹിക്കുന്ന ആ തുറമുഖത്തേക്ക് ഹല്ലേലൂയ ഉയർത്തേണ്ടതിനായിട്ട് ദൈവം അവരെ കഠിനമായ ചില ശോധനകൾക്കകത്തുകൂടി കടന്നു വരും. അപ്പോൾ വിചാരിക്കണം, എന്നെ പറ്റി ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു സ്വപ്നം നിറവേറുവാനുണ്ട്. ഞാൻ ആ ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ അകത്തേക്ക് കയറാൻ പോകുകയാ. ഓ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവ പൈതലേ, നിങ്ങളെ പറ്റി ഒരു സ്വപ്നമുണ്ടെങ്കിൽ ഓ, എത്ര കഠിന ശോധനയാണെന്ന് പറഞ്ഞാൽ കർത്താവ് ആ സ്വപ്നത്തിന്റെ അകത്തേക്ക് ദൈവം കാലുകൊണ്ട് കുത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ചില തീച്ചൂളകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ചില നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, ചില ഒറ്റപ്പെടലുകൾ കടന്നു വരുമ്പോൾ, ചില പരാജയങ്ങൾ കടന്നു പോകുമ്പോൾ, എന്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നോ എന്ന് പലപ്പോഴും ചോദിച്ചില്ലേ? എന്റെ തലമുറകളുടെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നോ കർത്താവേ? എന്റെ കുടുംബത്തിന് ഇനി ഭാവിയില്ലേ ദൈവമേ? ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാ, എന്തുകൊണ്ടെന്നുള്ള ചോദ്യം. ഓ യേശുവിന്റെ രക്തം ജയമെടുക്കുകയാ. ഹല്ലേലൂയ. പക്ഷെ ഓർത്തോണം, ദൈവത്തിന്റെ ദൗത്യത്തിന്റെ അകത്തേക്ക് നീ കയറുമ്പോൾ ചില കഠിന ശോധനകൾ യോബിന്റെ ലൈഫിനെ തകിടം മറിച്ചതുപോലെ, ചില പരീക്ഷണ ഘട്ടങ്ങളുടെ അകത്തേക്ക് കയറുമ്പോൾ ഓർക്കണം, വൃക്ഷമായാൽ ഒരു പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും അത് കിളിർക്കുന്ന ഒരു ദിവസം മുമ്പിലുണ്ട്. ഇന്ന് എന്റെ ജീവിതത്തിന്റെ നഷ്ടങ്ങൾ അത് കിളിർക്കുന്ന ഒരു ദിവസമുണ്ട്. എന്റെ പോരായ്മകൾ നികരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. യോബിന് ആ കഷ്ടപ്പാട് വന്നപ്പോൾ തന്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെല്ലാം ഇട്ടിട്ട് പോയി. തന്നെ പറ്റി ഹല്ലേലൂയ പലതും പറഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചു? നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്ത് ദൈവം അതിനെ മാനിച്ചു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യോബ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ തന്നെ ദേഷിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? നീ കഷ്ടത്തിൽ ഇരിക്കുമ്പോൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി
പ്രാർത്ഥിച്ചേ. അവിടെയാണ് വിടുതൽ നടക്കുന്നത്. ഹല്ലേലൂയ. ദേവദാസി പറഞ്ഞു സാക്ഷ്യത്തിനുള്ള സമയമൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഹല്ലേലൂയ, സാക്ഷ്യങ്ങൾ പറഞ്ഞു തീരുമോന്നൊന്നും എനിക്കറിയത്തില്ല. സാക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങാൻ നീണ്ടൊരു പട്ടിക തന്നെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഒന്ന് രണ്ട് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സാക്ഷ്യത്തിലേക്ക് ഈ സമയം ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മളെ കഠിന ശോധനയിൽ കൂടി കടത്തിവിടുമെന്നുള്ളതിന്റെ ഞാൻ തന്നെ ഹല്ലേലൂയ എന്റെ അനുഭവമാ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഏത് കഠിന ശോധനയിൽ കൂടി കൊണ്ടുപോയാലോ ഹല്ലേലൂയ ചില ദൗത്യങ്ങളുടെ പൂർത്തീകരണമായിരിക്കും. എന്റെ സാക്ഷ്യങ്ങൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഹല്ലേലൂയ. 2019 ഹല്ലേലൂയ എന്റെ 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 ഹസ്ബൻഡ് പ്രിയ കർത്തൃദാസൻ നിത്യതയിൽ ചേർക്കുന്നതിന് കുറച്ചു മുമ്പ് മാസങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ വേല ചെയ്തു വരുന്നവേ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കുറച്ച് നിത്യതയിൽ ചേർക്കപ്പെടുന്നതിന് 2-3 മാസങ്ങൾക്ക് മുന്നമേ ദൈവത്തിനു വേണ്ടി വളരെയധികം ഓടി ഓരോ സ്റ്റേറ്റുകളിൽ, നോർത്ത് ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റുകളിൽ ദൈവം കൊടുത്ത ദൗത്യവുമായിട്ട് ശുശ്രൂഷയുമായിട്ട് ഓടി 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 ഹല്ലേലൂയ സ്നാന ശുശ്രൂഷകൾ നടത്തി. അതേപോലെ കർത്താവ് ഏൽപ്പിച്ച എന്തെല്ലാം ഉണ്ടോ അത് മൊത്തവും പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ഒരു അനുഭവം കാണുകയുണ്ടായി. ഹല്ലേലൂയ. ഞാനും വിചാരിച്ചു ഹല്ലേലൂയ ഒരു റെസ്റ്റും ഇല്ലാതെ ഈ ദിവസങ്ങളിൽ എന്താ ഇങ്ങനെ. ഹല്ലേലൂയ. കാലെ നല്ല നീരുണ്ട്. ഓ ഹല്ലേലൂയ. ഒറീസയിലൊക്കെ പോയിട്ട് വരുമ്പോ ഛത്തീസ്ഗഡ്, ഒറീസ, ജമ്മു കാശ്മീർ ഇവിടെയൊക്കെ പോയിട്ട് ട്രെയിനിൽ ഇങ്ങനെ കയറി വരുമ്പോഴേ ഹല്ലേലൂയ കാലിൽ നല്ല നീരുണ്ട്. പിന്നെയും പോവും ഹിമാചൽ പ്രദേശില് സ്നാനങ്ങൾ നടത്തുവാൻ. ഹല്ലേലൂയ. അങ്ങനെ പോയി പെട്ടെന്ന് ഒരു റെസ്റ്റും ഇല്ലാതെ പോകുക. മരണം മുന്നിലുണ്ടെന്നൊന്നും അറിയത്തില്ല, എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില ഭയങ്ങൾ പോലെ. എന്താ കർത്താവ് ഹല്ലേലൂയ. എന്നാലും കർത്താവ് ധൈര്യപ്പെടുത്തിക്കൊണ്ട് നിന്നു. ഒരു ദിവസം ഹല്ലേലൂയ പെട്ടെന്ന് ശാരീരികമായ അസ്വസ്ഥത വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡൽഹി ഇവിടെ ശരിയാകാൻ, ഹരിയാനയിൽ ശരിയാകാൻ, പിന്നെ ഡൽഹിയിൽ കൊണ്ടുപോയി. അവിടെയൊക്കെ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഹല്ലേലൂയ പ്ലാനുകൾ ഇട്ടു. പക്ഷേ ഹല്ലേലൂയ വയ്യാതിരിക്കുന്ന സമയമായപ്പോൾ എടുത്ത ടിക്കറ്റ്, മെഡിക്കൽ റിപ്പോർട്ടൊക്കെ അത് അനുവദനീയമല്ലാത്തത് കൊണ്ട് ആ ടിക്കറ്റ് ഒക്കെയും ക്യാൻസൽ ആയിപ്പോയി. ഹല്ലേലൂയ. ആ എയർപോർട്ടിന്റെ ഞാൻ എയർപോർട്ടിലെങ്ങും പോയിട്ടില്ല. ഹല്ലേലൂയ. അന്ന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് പ്രിയ ദൈവദാസനെ നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് ആ എയർപോർട്ടിൽ അന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു പ്ലെയിനിൽ ഹല്ലേലൂയ. പക്ഷെ അതൊക്കെയും ഹല്ലേലൂയ അന്ന് ക്യാൻസൽ ആകുകയാ ചെയ്ത. ദൈവത്തിന്റെ അതിന്റെ നടുവിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ടിക്കറ്റ് ക്യാൻസൽ ആയി പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ നിന്റെ ഹിതം എന്താ? എനിക്ക് തിരിച്ച് കർണാലിലേക്ക് പ്രിയ ദൈവദാസനെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. അവിടെ നല്ല ഹോസ്പിറ്റലില്ല. നാട്ടിലേക്ക് പോവാൻ തുടങ്ങിയപ്പോഴതും ക്യാൻസലായി. ഹല്ലേലൂയ. പക്ഷേ ദൈവം ഹല്ലേലൂയ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് എന്റെ തോളിൽ ആരോ തട്ടുന്നത് പോലെ ഞാനൊരു ദൈവശബ്ദം കേൾക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആ സമയത്ത് അവിടെ തന്നെ ഡൽഹിയിൽ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ ദൈവം ആരെയൊക്കെയോ കൽപ്പിച്ചാക്കുന്നത് പോലെ എനിക്ക് വേണ്ടി ചില ദൈവമക്കളെ കർത്താവ് അവിടെ ഒരുക്കി. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടു. ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ഐസിയുയിൽ 1-2 ദിവസം അവിടെ ആയിരുന്നു. ഞാൻ പുറത്ത് പ്രാർത്ഥിച്ച് രാത്രിയുടെ യാമത്തിൽ 12 മണി 12:30 ആയപ്പോൾ ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ ഹല്ലേലൂയ ദാസന് സൗഖ്യം കൊടുക്കണമേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രാത്രി 12:30 ഒക്കെ ആയപ്പോൾ. പക്ഷേ ഹല്ലേലൂയ 1 മണിയൊക്കെ ആയപ്പോൾ ആ പ്രാർത്ഥനയുടെ സ്റ്റൈൽ മാറി. ഈ ദേശത്തോട് മനസ്സലിയണം. ഓ പാപികൾ രക്ഷിക്കപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ യേശു ഹല്ലേലൂയ അവിടുന്ന് ഇടയാക്കണമേ എന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഹോസ്പിറ്റലിന്റെ കുറച്ച് ദൂരത്ത് നിന്ന് ഹല്ലേലൂയ അവരുടെ ആരോ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ദൂരത്ത് നിന്ന് ഒരു സഹോദരി ഓടി അല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്റെ അടുത്ത് തന്നെ കുത്തിയിരുന്നു. എന്റെ അടുത്ത് കുത്തിയിരുന്നിട്ട് അല്ലെങ്കിൽ എന്നോട് ചോദിക്കുകയാ, ഞാൻ കരഞ്ഞുകൊണ്ടാ പ്രാർത്ഥിക്കുന്ന, ബൈബിൾ എന്റെ മുന്നിലുണ്ട്. എന്നോട് ചോദിക്കുക, മോൾ ആരോടാ സംസാരിക്കുന്നത്? ഹല്ലേലൂയ. മോൾ ആരോടാ സംസാരിക്കുന്നത്? മോൾ എന്തിനാ കരയുന്നത്? ആരാ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നു? ഒത്തിരി നിരവധി ചോദ്യങ്ങൾ ഹല്ലേലൂയ അവർ ചോദിക്കുക. ദൈവമക്കളെ ഇത് പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ ഞാൻ എന്റെ ഹൃദയ വേദനയോടെ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ ചോദിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് പ്രിയ ദൈവത്തിന്റെ ദാസൻ
ഹല്ലേലൂയ. അന്നേരം ഐസിയുയിൽ കിടക്കുക. ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. ഇപ്പോൾ നീ നിന്റെ വേദനാജനകമായ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്ന സമയമല്ല, നീ എന്റെ ദൗത്യത്തിലേക്ക് കിടക്ക്. ഹല്ലേലൂയ. അവർ എന്നോട് കുറെ ചോദ്യങ്ങൾ ഒരു സെക്കൻഡിൽ ചോദിച്ചു. ആര് കിടക്കുന്നു, എന്തിനാ, എങ്ങനെ. പക്ഷെ ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പരിശുദ്ധാത്മാവന്റെ അകത്ത് പറയാൻ, നീ എന്റെ ദൗത്യത്തിന്റെ അകത്തേക്ക് കിടക്ക്. ഞാൻ പെട്ടെന്ന് ആ വേദന എല്ലാം ഞാൻ മാറി. പ്രിയ ദേവദാസൻ ഹോസ്പിറ്റലിൽ ആണെന്നുള്ളത് ഞാൻ മറന്നു പോയിട്ട് ഞാൻ അവരോട് ഒരേ ഒരു ആൻസർ മാത്രം പറഞ്ഞു. ഞാൻ കരഞ്ഞത് എനിക്ക് വേണ്ടി മരിച്ച് ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ എന്റെ യേശോപ്പാടെ മുമ്പിലാ. ഞാനത് പറഞ്ഞപ്പോൾ അവർ ഒന്നും കൂടെ ഹല്ലേലൂയ നോക്കുക. എന്തുവാ നീ പറഞ്ഞേ, ഒന്നും കൂടെ പറഞ്ഞേ മോളെ. ഞാൻ പറഞ്ഞു, ആന്റി എനിക്ക് വേണ്ടി മരിച്ച് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ ഇപ്പോൾ പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന ഹല്ലേലൂയ മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ച ഹല്ലേലൂയ ഹല്ലേലൂയ ആ യേശു കർത്താവിന്റെ മുമ്പിൽ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന, എനിക്ക് മാത്രമല്ല ഈ മാനവ കുലത്തിന് ഹല്ലേലൂയ പക്ഷപാതം, ഹല്ലേലൂയ മാനവ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച ആ കർത്താവിന്റെ മുമ്പിലാ ഞാൻ കരഞ്ഞ. അവർ അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാ അതെല്ലാം. ഹല്ലേലൂയ. അങ്ങനെയുമോ, ഓ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്നോ, ഹല്ലേലൂയ അതാരാ എന്താ. അവർ പിന്നെ ആ വചനങ്ങളൊക്കെയും ഹല്ലേലൂയ അവിടെ പറയുവാനിടയായി. ഹല്ലേലൂയ വചനത്തിൻ്റെതായ ആഴങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം ആ പ്രിയ സഹോദരിയോട് പറയുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവരുടെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീര് പറയാ, കണ്ണുനീര് വഴി വരികയാ. 33 വയസ്സില് നമുക്ക് വേണ്ടി ഒരാൾ മരിച്ചെന്നോ. ഹല്ലേലൂയ. ഇത് പകൽക്കാലം പറയട്ടെ ദൈവമക്കളെ, അവരുടെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി വന്നു. ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൽ പാപം മോചിക്കുവാൻ ആ ഒരുവൻ മാത്രമേ ഹല്ലേലൂയ ഉള്ളൂ. നിങ്ങൾ എവിടെ ഏതെല്ലാം പൂജാമണ്ഡലങ്ങളിൽ പോയെന്ന് പറഞ്ഞാൽ, എവിടെയെല്ലാം പൂജാ ശക്തികൾ ചെയ്തെന്ന് പറഞ്ഞാൽ, പാപമോചനത്തിനു വേണ്ടി എങ്ങും പോകണ്ട. ആ യേശുവിന്റെ പാദം മാത്രമേ ഉള്ളൂ. യേശുവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ വചനം അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ രക്തം സകല പാപത്തെയും പൊക്കി ശുദ്ധീകരിക്കുന്ന രക്തമാ. നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന രക്തം. ഈ വചനങ്ങളെല്ലാം അവരോട് പറഞ്ഞപ്പോൾ കണ്ണുനീരിൽ നിന്ന് അവർ ഒത്തിരി അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അവർക്ക് ഒത്തിരി അമ്പലത്തിലും ഒക്കെ പൂജയൊക്കെ ചെയ്ത ഒരു സഹോദരിയാ അവര്. ഹല്ലേലൂയ എല്ലാം മോചിക്കാൻ. പക്ഷെ ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി എന്നോട് പറഞ്ഞു, മോളെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അവരുടേതായ ഹല്ലേലൂയ ശരീരത്തിൻ്റെതായ ശൈലികൾ മാറുകയാ. ഹല്ലേലൂയ അവർ കരയുവാൻ തുടങ്ങി. ആ പ്രാർത്ഥന തീർന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർ പ്രാർത്ഥന തീർന്നപ്പോൾ പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ ശരീരത്തിൽ നിന്നും എന്തോ ഇഴഞ്ഞു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഹല്ലേലൂയ വർഷങ്ങൾ കൊണ്ട് അവരെ ബന്ധിച്ച ബന്ധനം അന്ന് രാത്രിയിൽ അവിടെ ഹല്ലേലൂയ അവരുടെ ശരീരത്തിൽ നിന്നും അവിടെ നിന്ന് നീങ്ങി മാറി. ഇന്ന് പകൽക്കാലം പറയട്ടെ ദൈവമക്കളെ, ഞാൻ ഏതവസരത്തിൽ അന്ന് അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഒന്ന് ചിന്തിക്കണമേ, ആ ടിക്കറ്റ് ക്യാൻസൽ ആയില്ലായിരുന്നുവെങ്കിൽ, അന്നേരം ആ ഹോസ്പിറ്റലിൽ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഒരാത്മാവിനെ നേടുവാൻ കഴിയത്തില്ല. ഞാൻ ഏതവസരത്തിലാണ് കർത്താവ് എന്നെ കൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥന അവിടെ ചെയ്യിപ്പിച്ചത്. ഞാൻ നീറുന്ന വേദനയുമായി ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡ് പ്രിയ ദൈവദാസൻ ഐസിയുയിൽ കിടക്കുമ്പോൾ, ഹല്ലേലൂയ വിഷമങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് എന്റെ മുന്നിലേക്ക് കടന്നു വന്ന ആ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വചനങ്ങൾ ഷെയർ ചെയ്തു. ഹല്ലേലൂയ എനിക്ക് ഒത്തിരി സന്തോഷമായി. അവർ കർത്താവിനെ അംഗീകരിക്കുന്നത് അവർ കണ്ടപ്പോൾ ഹല്ലേലൂയ ഞാൻ പെട്ടെന്ന് ഓടി ഐസിയുയിൽ ഞാൻ എത്തി. പ്രിയ ദൈവദാസൻ കിടക്കുന്ന ആ റൂമിലെത്തി. ഞാൻ പ്രിയ ദൈവദാസനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. 1:30 മണിയായപ്പോൾ അധികം സംസാരിക്കത്തില്ലേ. അപ്പോൾ ദൈവദാസന് 2 ശബ്ദങ്ങൾ എന്നോട് പറഞ്ഞു, സൂര്യൻ ഒരു സ്ഥലത്ത് അസ്തമിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് സൂര്യൻ ഉദിക്കുമെന്ന്. സൂര്യൻ ഒരു സ്ഥലത്ത് അസ്തമിക്കും, മറ്റൊരു സ്ഥലത്ത് സൂര്യൻ ഉദിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല. സൂര്യൻ അസ്തമിക്കും, സൂര്യൻ ഉദിക്കും. ഞാൻ അതൊക്കെ മനസ്സിൽ കളഞ്ഞിട്ട് ഞാൻ അപ്പോഴേ പോയി അവിടെ നിന്ന്.
നിന്നും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഐസിയുൽ അധിക നേരം നിർത്തത്തില്ല നമ്മളെ, ആ ഒരു ലിമിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. പെട്ടെന്ന് അതിന്റെ അധികാരികൾ വന്നപ്പോൾ ഞാൻ അവിടെ നിന്നും മാറി. ഞാൻ പിന്നെയും ചിന്തിച്ചു, എന്താണ് ദൈവദാസൻ പറഞ്ഞത്. ദൈവമക്കളെ പറയട്ടെ, 2, 3, 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ജീവൻ അവിടെ നിന്നും പൊലിയുവാനിടയായി. താൻ പ്രിയം വെച്ച കർത്തൃ സന്നിധിയിൽ പ്രിയ ദൈവദാസൻ ചേർക്കപ്പെട്ടു. ഓ, ആ ജീവൻ അവിടെ പൊലിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരാത്മാവിനെ അവിടെ നിന്ന് നേടിയിട്ടാണ് ഹല്ലേലൂയ ആ ജീവൻ അവിടെ നിന്ന് പൊലിഞ്ഞത്. പ്രിയ ദൈവദാസൻ പറഞ്ഞത് ഹല്ലേലൂയ എനിക്ക് പിന്നീട് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഇരുന്ന് കരയുവാൻ തുടങ്ങി. സൂര്യൻ ഒരു സ്ഥലത്ത് അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ഥലത്ത് അതേ ദൗത്യവുമായിട്ട് കർത്താവായ അപ്പച്ചൻ എന്നെ അവിടെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആ ദൗത്യം നിവർത്തീകരണത്തിനു വേണ്ടി, ഹല്ലേലൂയ, ആ ദൗത്യം നിർവഹണത്തിന് വേണ്ടി നോക്കിക്കോണേ. ആ ദൗത്യം നിർവഹിച്ചത് ഏതവസരത്തിലാണെന്ന് പ്രിയ ദേവദാസൻ ഹല്ലേലൂയ സുഖമായിട്ടൊക്കെ ചർച്ചകളിൽ ചെല്ലുമ്പോൾ എപ്പോഴും പറയും, നാം രോഗിയായിട്ടിരിക്കുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ കടഭാരത്തിൽ കൂടെ പോകുമ്പോൾ കടഭാരമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ഇതൊക്കെയും ആ സമയത്തിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ എന്റെ വിഷമങ്ങൾ ഞാൻ അവിടെ പങ്കിട്ടായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ അത് വെറും ജൽപ്പനമായിട്ട് മാറിപ്പോകുമായിരുന്നു. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ അത് ഹല്ലേലൂയ എല്ലാം മറുപടി കൊടുത്ത് അയ്യോ എന്നൊക്കെ പറഞ്ഞ് സുഖമില്ലാതെ കിടക്കുവാന്നൊക്കെ പറഞ്ഞ് അത് ജൽപ്പനമായി ടൈം വേസ്റ്റ് ആകുമായിരുന്നു. ആ വചനം അവിടെ ഷെയർ ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ദൗത്യം കർത്താവ് എന്നെ കൊണ്ട് അവിടെ ചെയ്യിപ്പിച്ചു. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ ദുഃഖത്തിന്റെ വേളയിലോ നമ്മൾ കടന്നു പോകുന്ന ചില കാഠിന്യ ശോധനകളുണ്ട്. അത് നമ്മളെ തകർത്ത് കളയുവാനല്ല, നമ്മളെ ഉടച്ചു കളയുവാനല്ല, നമുക്ക് വേണ്ടി ഹല്ലേലൂയ ജീവൻ തന്ന ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മളെ പാപച്ചെളിയിൽ നിന്നും ഹല്ലേലൂയ വലിച്ചെടുത്ത് ഈ നിത്യനാശത്തിൽ നിന്നും നമ്മളെ വലിച്ചെടുത്ത് രാജകീയ പുരോഹിത വർഗമാക്കി ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു നാളിൽ കർത്താവ് അപ്പച്ചൻ ചോദിക്കും, മകളെ മകനെ ഹല്ലേലൂയ നീ എനിക്ക് വേണ്ടി എന്ത് നേടി? നീ ഒരാത്മാവിനെ നേടി. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ നിത്യതയെ ലക്ഷ്യമാക്കി ഓടുമ്പോൾ അങ്ങേ കരയിൽ നിൽക്കുമ്പോൾ ഇവിടെ നാം എന്ത് നേടി എന്നുള്ളത് ഹല്ലേലൂയ ഹല്ലേലൂയ അറിയുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ നമുക്ക് ഇവിടെ ചിലപ്പോൾ പ്രതിഫലം കിട്ടത്തില്ലായിരിക്കാം, നമുക്ക് ദുഃഖവും മുറവിളിയും വേദനയുമായിരിക്കാം. പക്ഷെ ഈ ലോകത്തിന്റെ പ്രതിഫലത്തിന്റെ പുറകെ പോകാതെ ഹല്ലേലൂയ കഷ്ടതയുടെ നടുവിലോ നമ്മെ വിളിച്ചു വേർതിരിച്ച നമ്മുടെ കർത്താവ് അപ്പച്ചന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ പാദം പിൻപറ്റി സ്വർഗരാജ്യത്തിൽ ഒരാത്മാവിനെയെങ്കിലും നേടുവാനായിരിക്കട്ടെ നമ്മുടേതായ ദൗത്യങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ നാം പോകുമ്പോൾ മറിയയ്ക്ക് ദൈവം കൊടുത്ത ഒരു ദൗത്യമുണ്ട്, അവൾ അത് നിർവഹിച്ചു. എലിസബത്തിന് ദൈവം കൊടുത്തൊരു ദൗത്യം, എസ്തേറിന് ദൈവം കൊടുത്തൊരു ദൗത്യം. ഇവർ ഇതൊക്കെയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ന്യായപ്രമാണ പുസ്തകത്തിൽ അവരുടെ പേരുകൾ എഴുതി ചേർത്തതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമുക്ക് പിതാവപ്പച്ചൻ നമ്മുടെ കർത്താവപ്പച്ചൻ ചില ദൗത്യങ്ങളുമായി ഈ ലോകത്തിലേക്ക് നമ്മളെ വിടുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആ അപ്പന് വേണ്ടി ആ ദൗത്യ നിർവഹണത്തിനു വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചിട്ട് പറയണം. മറിയ പറഞ്ഞതുപോലെ, കർത്താവേ ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നിന്റെ അങ്ങ് എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വസ്തയോടെ ഞാൻ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാൻ, കണ്ണുകൾ അടയ്ക്കാം. സാക്ഷ്യങ്ങൾ നിരവധിയുണ്ട്. എന്റെ സാക്ഷ്യങ്ങൾ ഒരു TV ചാനലിലേക്ക് പോയിട്ടുണ്ട്, മുംബൈയിൽ നിന്നുള്ള ഒരു ജോയിസ് TV ചാനലിലേക്ക്. ഹല്ലേലൂയ. എല്ലാ സാക്ഷ്യങ്ങളും അനേക ജീവിതങ്ങൾക്ക് അത് ഹല്ലേലൂയ ഒത്തിരി 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 ആശ്വാസകരമായി ഹല്ലേലൂയ അനേകരെ പിടിച്ചെഴുന്നേൽപ്പിച്ച സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ സമയം ഇവിടെ തീരുകയാ. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പിതാവപ്പച്ചന്റെ മുമ്പിൽ കഷ്ടതയുടെ ചൂളയിലാണെന്ന് പറഞ്ഞാലും നാം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ഹോസ്പിറ്റലിലേക്ക് ബില്ലുകൾ ഓർത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ബില്ലുകളായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു ഇതൊക്കെ എങ്ങനെ അടച്ചു തീർക്കുമെന്ന്. 2019 കാര്യമാ, ഇതൊക്കെ എങ്ങനെ അടയ്ക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ആ നിമിഷം വരെയും ബില്ലുകളൊക്കെ പേ ചെയ്യാതെ കിടന്നു. പക്ഷേ കർത്താവപ്പച്ചന് വേണ്ടി ഞാനൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോൾ അടുത്ത നിമിഷം ഇതൊക്കെ എങ്ങനെ
അടച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ദൈവം തന്റെ ദൂതന്മാരെ വിട്ടെന്നേ ഞാൻ പറയൂ. ആ ഒരു കടവുമില്ലാതെ ആ സമയത്ത് ആ ബില്ലുകളൊക്കെ കൊടുക്കുവാനും ദൈവം ഇടയാക്കി. നമ്മൾ ദൈവത്തെ ഹല്ലേലൂയ മുറുകെ പിടിക്കുമ്പോൾ നമ്മളെ അനാഥരായിട്ട് വിടുന്ന ദൈവമല്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്നതിന് ആരുടെയെങ്കിലും ഒക്കെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. സംസാരിക്കേണ്ടുന്നവരോട് നാം കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി അടുത്ത സ്റ്റെപ്പ് അപ്പച്ചൻ ചെയ്ത് എടുത്തുകൊണ്ടേയിരിക്കുക. ഇന്ന് പകൽക്കാലം ആ നല്ല പിതാവിനെ നമുക്ക് മറന്നു കളയാതെ ആ നല്ല പിതാവിന്റെ ദൗത്യം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വിശ്വസ്തയോടെ നമ്മെ ഏൽപ്പിച്ച ദൗത്യം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന ഹല്ലേലൂയ പ്രിയ കർത്താവിന്റെ ദാസിയെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്ര. ഇത്രത്തോളം സമയം അങ്ങ് ഞങ്ങൾക്ക് തന്നല്ലോ പിതാവേ. ഹല്ലേലൂയ ദൈവമേ, അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ അവിടുന്ന് ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന ഓരോ ദൗത്യ മറിയ പറഞ്ഞതുപോലെ കർത്താവെ, ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ഹല്ലേലൂയ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ദൗത്യ നിർവഹണത്തിൽ ഹല്ലേലൂയ മറിയ ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുന്ന് പോലെ ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവർ കടന്നു പോകുന്ന കഠിനമായ ശോധനയുടെ അകത്ത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്തെ ആ സ്വപ്നം വെളിപ്പെടുവാൻ തക്കവണ്ണം നല്ലൊരു ഡിസൈനറായി പുറത്തു വരത്തക്കവണ്ണം ആ കർത്താവെ സ്വർഗരാജ്യത്തിൽ അനേകരെ അവകാശികളാക്കുവാൻ ഓരോ കുടുംബത്തെയും ദൈവം കരത്തിലെടുത്ത് ഉപയോഗിക്കത്തക്കവണ്ണം എന്റെ പ്രിയ പിതാവെ അവിടുന്ന് ഇടയാക്കാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ കുടുംബങ്ങളെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.